ആദം, ഡേവിഡ്, ഇതാണ് വിക്ടറിന്റെ മാൻഷൻ. വാ, നമുക്ക് അകത്ത് കയറാം. ഇതാണ് ശബ്ദം. എന്റെ മോള്. ലാസ്റ്റ് ചാൻസ് ആണ്. ഐ വാണ്ട് എ ക്ലിയർ ആൻസർ. ആര് പറഞ്ഞിട്ടാ നിങ്ങളെ തട്ടിക്കൊണ്ടുവന്നത്? അല്ലെങ്കിൽ തന്തയോട് പറഞ്ഞഴിച്ച പോലെ മോനെ അയക്കും ഞാൻ. നൂർ നിഫ്രല്ല, എസ്തർ, എസ്തർ ഡൊമിനിക്. നിനക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ സമയമില്ല. വേഗം പറയാൻ നോക്ക്. എന്തിനെ? ഞാൻ അങ്ങനെ പറഞ്ഞ അവരെന്നെ കൊല്ലും. ആരെ കൊന്നാലും നീ ചാവാൻ പോവാ. അതോട് മര്യാദക്ക് സത്യം പറഞ്ഞ ഞാൻ നിന്നെ വേദനിപ്പിക്കാതെ കൊന്നുതരാം. ബിക്കോസ് ഐ എം എ ഡോക്ടർ. എന്നൊന്നും ചെയ്യരുത്. ഞാൻ അവരായിട്ട് ഡീലിംഗ് ഒന്നും ഇല്ല. നേരിട്ട് എല്ലാം പപ്പയായിരുന്നു. സത്യം. അപ്പൊ നിനക്കൊന്നും അറിയില്ല. പിന്നെ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഗുഡ് ബൈ. എസ്തർ, ഇവ വണ്ടി എടുക്കും. നിങ്ങൾ എല്ലാവരുടെയും ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരം തരും. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഇഫ അവിടെ ഒന്ന് നിന്നേ. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. നൂറിന് ഇഫ എങ്ങനെ എസ്തറായി? ആദമിന്റെ ചോദ്യത്തിനോടുള്ള ഉത്തരം ഞാൻ നാളെ തരും. ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഇവ. ആദം സാർ, നമുക്ക് പോകാം. ആദം, എനിക്കും നിനക്കും എവിടെയോ തെറ്റു പറ്റിയിരിക്കുന്നു. നമ്മുടെ ഇരുവർക്കുമുള്ള ഉത്തരം അത് നൂറിന്റെ കയ്യിൽ മാത്രമാണുള്ളത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. ശത്രുക്കൾ നമ്മൾ രണ്ടുപേരുടേതും ഒന്നാണ്. ലിയാം, what the hell is happening here? ഡേവിഡ്, ഇത് വെസ്പര എന്ന വംശത്തിലെ വ്യക്തികളാണ്. ഡെത്ത് നോട്ട് കാലങ്ങളായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന വടക്കൻ ഇറ്റലിയിലെ ഒരു നിഗൂഢമായ കൂട്ടം മനുഷ്യർ. അതിനുവേണ്ടി ധാരാളം ബലികൾ അർപ്പിക്കുന്ന ഇവർക്കായിട്ടൊരു ഐലൻഡ് ഉണ്ട്. അവരുടെ വെസ്പര എന്ന സാത്താനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാ അവർക്ക് ഡെത്ത് നോട്ടിന്റെ ആവശ്യം. എന്ത് തന്നെയായാലും ഇതിനെല്ലാത്തിനുള്ള ഉത്തരം എനിക്ക് നാളെ തന്നെ കിട്ടിയിരിക്കണം. നീ ഇപ്പോ ചെല്ലാൻ നോക്കില്ല. നോവ, ഇവിടെല്ലാം ക്ലിയർ ചെയ്യും. എന്നിട്ട് വിക്ടോറിയ മാൻഷനിലുള്ള എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് വരുത്തി തീർക്കുക. ചെല്ല്. ഓക്കെ സാർ, ഐ വിൽ. ഡേവിഡ്, ഇവിടെ എന്താ നടക്കുന്നത്? ഇവര് രണ്ടുപേരും അവളുടെ മോളെ തേടിയാ വന്നേക്കുന്നേ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ ആ കുട്ടി എന്നിപ്പോ പറഞ്ഞിട്ട് പോയി. എന്താ ചെയ്തു വെച്ചിരിക്കുന്ന ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം നാളെ തരാമെന്നല്ലേ പറഞ്ഞത്? അതുവരെയും കാത്തിരിക്കാം. സാർ, എന്തൊക്കെയാ ഐസക് ഇവിടെ നടക്കുന്നേ? എന്റെ മോള്, അവൾ ഇത്രയും പേരെ കൊല്ലാൻ? എസ്തറോ? അത് എന്റെ മോള് നൂറ് നിഫയാണ്, അല്ലാതൊരു എസ്തറും ഡൊമിനിക്കും അല്ല. ഇത് ശരിക്കും സാറിന്റെ മോള് തന്നെയാണോ? ഒന്ന് മുഖത്ത് പോലും നോക്കിയില്ലല്ലോ പെങ്കൊച്ച്. അതിനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, പക്ഷേ അത് ഞങ്ങളുടെ നൂറുമോൾ തന്നെയാ. ശരി, ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിക്കുക. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഒരു കാര്യം ചെയ്യും, നാളെ വരെയും കാക്കാം. സാറുമാരിപ്പോ ചെല്ല്. എസ്റ്റർ, നീ വന്നായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് ട്രിപ്പ് ഒക്കെ? ഞങ്ങളുടെ ചെക്കപ്പിന് വന്നതായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. മമ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ഞാൻ നിങ്ങളോട് പറയാൻ വരായിരുന്നു. നീ ആ മോണിറ്റർ ഒന്ന് നോക്കിയേ. അതിൽ ഇത്രയും ദിവസം സ്റ്റാഗ്നന്റ് ആയിരുന്നു BP, പക്ഷെ ഇപ്പോ ചെറിയ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. നിനക്ക് എന്താ തോന്നുന്നത് എസ്റ്റർ? മമ്മി പഴയതുപോലെയാകാൻ അധികം വൈകില്ല. എക്സാക്ട്ലി. നമ്മുടെ പരിശ്രമം ഒന്നും പാഴായിട്ടില്ല. കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്നാ എന്റെ മനസ്സ് പറയുന്നത്.
നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പോകുന്നു. എസ്തർ, നീ എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നേ? എന്തുപറ്റി? ആലോചിക്കാനാണോ ഇവ കാര്യങ്ങളില്ലാത്തത്? ഇന്ന് ആ സാഹചര്യത്തിൽ എന്നെ വാപ്പയും കുഞ്ഞാപ്പയും കാണാൻ പാടില്ലായിരുന്നു. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. നാളെ നീ എന്താ എല്ലാരോടും പറയാൻ പോകുന്നത്? ഈ നൂറിനിഫ് എങ്ങനെ എസ്തറായെന്നുള്ള കാര്യം എല്ലാരും അറിയുന്നതിന് മുമ്പ് എനിക്കും ആ പറഞ്ഞ ഡെത്ത് നോട്ടായിട്ട് എന്താ ബന്ധം എന്നറിയണം. അതാദ്യം അറിയട്ടെ. നീ ഇത്രയും കാലം അവരുടെ കൂടെ നിന്നിട്ട് നിനക്ക് എന്തെങ്കിലും തുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയോ? ആദമിന്റെ അടുത്തു നിന്നും ഡേവിന്റെ അടുത്തു നിന്നും എനിക്ക് നമുക്ക് വേണ്ട കാര്യം കിട്ടിയിട്ടില്ല. നാളെ എല്ലാത്തിനുമുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തീരും. നമുക്കധികം സമയമില്ല. ആ പെൺകുട്ടി നമ്മുടെ വിക്ടറിനെയും മോനെയും തട്ടിയെന്നാ കേട്ടത്. നമ്മളിനി എന്താ ചെയ്യേണ്ടത് പിരിയോനെ? അത് മാത്രമല്ല, നമ്മുടെ ലാഗന് ഇനി ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ. ഇനി അത് വീണ്ടും ഉണ്ടാകണമെങ്കിൽ 25 വർഷം കഴിയണം. അങ്ങൊന്നും പറഞ്ഞില്ല. ഒരാഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ആ പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നേ തീരൂ. അവളെ ബലി അർപ്പിച്ചാൽ മാത്രമേ ഡെത്ത് നോട്ട് നമുക്ക് കൈക്കലാക്കാൻ പറ്റും. അവളോട് എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ നേരിട്ട് ചെയ്യാൻ പിരിയോനെ. നമുക്ക് ഒരിടം വരെ പോകാം. എന്റെ കൂടെ എല്ലാവരും വരും. There's no miracle to save me once I'm falling. Now I'm falling. Baby, tell me why doesn't loving you feel wrong? Oh, it hurts until it don't. I can't stay away for long. I don't know. എഴുന്നേക്ക് മിസ്റ്റർ ഡൊമിനിക് മറിയാനോ. Make her love paradise. Loving you is suicide. വർഷം 4 ആയിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടും നിനക്കത് എവിടെയെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല അല്ലേ ഡൊമിനിക്? നീയൊക്കെ 4 40 വർഷം എന്നോട് ഇവിടെ പിടിച്ചിട്ടാ പോലും എന്റെ വായിന്ന് അത് അവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു തരില്ല. അതോർത്തൊന്നും നീ ഒന്നും നെകളിക്കണ്ട. നിർത്തടാ. അതിന് വേണ്ടിയിട്ടില്ല ഞാൻ നിന്നെ 4 വർഷം ഇവിടെ ഇട്ടത്. ബലി എന്റെ വെസ്പരയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ പോകുന്ന ബലി അത് നീയും നിന്റെ വളർത്തുപുത്രിയായിരിക്കും. എന്നിട്ട് ആ ഡെത്ത് നോട്ട് ഞാൻ മുതലെടുക്കും. അതെന്റെ കൈവശം വെച്ച് ഈ ലോകം മുഴുവൻ ഞാൻ ഭരിക്കും. ഒരേ ഒരു രാജാവ്. അവരെന്നെ തെരുവെന്ന് വളർത്തും. അതുണ്ടാക്കിയവൻ അതിന് നിന്നെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ കാത്തിരിക്കെ. നിന്റെ മരണത്തെ തന്നെയാ വിളിച്ചു വരുത്തുന്നത്. നോക്കാം ആര് വരുമെന്ന്, ആര് കൊല്ലുമെന്നും ആര് ചാവുമെന്നും. ഈ ക്രിസ്റ്റഫറിന്റെ ദേഹത്ത് ഒരു തനി മണ്ണ് പോലും വീഴാൻ ഞാൻ ആരാധിക്കുന്ന വെസ്പരം സമ്മതിക്കില്ല. അത് നീ മനസ്സിലാക്കും ഡൊമിനിക്. അതിന് ഒരുവൻ ജനിക്കേണ്ടി തന്നെ വരും. അതിലൊരുവൻ എന്നെ പിറവി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ക്രിസ്റ്റഫർ. നിന്റെ പതനം അത് അവന്റെ കൈകൊണ്ട് മാത്രമായിരിക്കും. Every night, my darling. Every night, my baby. അവരെല്ലാവരോടും ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. യു ക്യാരി ഓൺ. വരൂ സർ, അകത്തോട്ടിരിക്കാം. What is the love that you feel? Even if it's wrong. മാം, എല്ലാവരും എത്തിയിട്ടുണ്ട്. വന്നിരുന്നേൽ ഞാൻ ഇപ്പൊ വരാം തെരേസ, നീ ചെല്ല്. നൂർ, ഇനിയെങ്കിലും നീ സത്യം പറ. നീ ശരിക്കും ആരാ? അതിനുള്ള ഉത്തരം ഞാൻ തരാം ഡേവിഡ്. അതിനു മുമ്പ് ലിയാം, കംപ്ലീറ്റ് ദ സ്റ്റോറി റൈറ്റ് നൗ. എന്റെ അവകാശം പേര് പറഞ്ഞു വന്ന നീ എന്നെ വിട്ടുകൊടുക്കുവോ? ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാ, നിനക്കൊരു അവകാശം ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഇനി ആരൊക്കെ അവകാശം പറഞ്ഞു വന്നാൽ അവകാശം ചോദിച്ചു രണ്ട് നാവ് ഞാൻ പിഴുതെടുക്കും. പിന്നെ നിന്നെ സങ്കടപ്പെടുത്തിയ ആരുണ്ടോ അവരെല്ലാം ചുട്ട് ചാമ്പലാക്കിയിരിക്കും ഞാൻ. ഇത് കുറച്ച് കടുപ്പമേറിയ കാര്യമല്ലേ? എന്തായാലും ഒരാളുടെ ജീവൻ എടുക്കുന്നത്
അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും. എനിക്കൊരാളുടെ ജീവൻ വെറുതെ എടുക്കുന്നത് ഇഷ്ടമല്ല നൂർ. ഞാൻ അത് ചെയ്യുകയുമില്ല. എന്റെ പല കഴിവുകളുമുണ്ട്. ഞാൻ പുറത്തെടുക്കാത്ത ഒരു കാരണം ഇത് മാത്രമാണ്. പക്ഷെ അത് നേരെ മറിച്ച് നിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച, നിനക്ക് മുറിവേൽപ്പിച്ച ആരെയാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ അത് ചിലപ്പോൾ ആ കാലിന് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്തത് ആയിരിക്കാം. കുമാരി ലൂണ? ഡെറിക്, അതെ, ഡെറിക് എബ്രഹാം, ഫറോൻ സാമ്രാജ്യത്തിന്റെ യുവരാജാവ്. ആശ്രയിലോട് സ്വാഗതം. ഞാൻ ലൂണ. അറിയാം, എല്ലാം അറിയാം. ലൂണ ആസ്ട്രിഡ്. ആസ്ട്രിയ എന്ന സാമ്രാജ്യത്തിന്റെ വരും കാല യുവരാണി. പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടി. ഇത്രയൊക്കെ പോരെ നിന്നെ അറിയാൻ? നമുക്ക് നടക്കാം. വൈറൺ വെച്ച് നോക്കുമ്പോൾ ആസ്ട്രിയ വളരെ ചെറുതാണ്. ഞങ്ങളുടെയും ഇവിടുത്തെയും പ്രജകളുടെ വ്യാപക വ്യത്യാസമുണ്ട്. എന്നിട്ടും ഞാൻ എന്തിനാണെന്നറിയാവോ ഈ വിവാഹത്തിന് സംബന്ധിച്ചത്? അറിയില്ല. എന്തിനാ? ഒന്ന്, ഈ സാമ്രാജ്യം. രണ്ട്, നിന്റെ സൗന്ദര്യം. എന്റെ നാടിന്റെ സമ്പത്തിനെയും എന്റെ സൗന്ദര്യത്തെയും മോഹിച്ചാണ് ഡെറിക് ഇവിടെ വന്നതെങ്കിൽ ഞാൻ അതിലൊരിക്കലും ഒത്തുപോകില്ല. കുമാരി ഒത്തുപോകുന്നതും ഒത്തുപോകാത്തതും എന്റെ വിഷയമല്ല. കുമാരിയുടെ അച്ഛൻ എനിക്ക് വാക്കു തന്നതാണ്. വാക്ക് തന്നത് ഞാനല്ല, എന്റെ അച്ഛനാണ്. എന്റെ അച്ഛന്റെ കാഴ്ചപ്പാടനുസരിച്ച് കല്യാണം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതാണ്. അവരുടെ മനസ്സും ശരീരവും എന്നും ഒന്നാണെന്നുള്ള ഉറപ്പ് കൊടുക്കുന്ന ഒരു ദിവ്യമായ മുഹൂർത്തം. അതിനെ കേവലം സമ്പത്ത് കൊണ്ട് അളക്കാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോൾ ഡെറിക്കിന് എന്നോട് തോന്നിയിരിക്കുന്നത് വെറും ഒരു... നേർത്തു. കുമാരി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുമാരിയെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ. അതെന്റെ വാശി കൂടിയാണ്. ഇനി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. വെറും ഒരു വാശിപ്പുറത്ത് വിവാഹം എന്ന ശ്രേഷ്ഠമായ കാര്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ ഡെറിക്? ഇല്ല, ഞാൻ ഒന്നിനെയും അപമാനിക്കാൻ ശ്രമിക്കുന്നില്ല. ചെറുപ്പം മുതലേ ലൂണ എന്ന രാജകുമാരിയെ കേട്ടാണ് ഞാൻ വളർന്നത്. പതിയെ പതിയെ അതെനിക്കൊരു ആഗ്രഹമായി മാറി. ഒരിക്കലും എന്റെ ആഗ്രഹം തള്ളിപ്പറയാത്ത അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയെടുത്തിരിക്കും, ഏത് വിധേനയും. ചിലപ്പോ ഈ യാത്രയിൽ ഡെറിക്കിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. യാത്രയുടെ അവസാനം മനോഹരമാണെന്നുണ്ടെങ്കിൽ ഏതൊരു അപകടകരമായ ഘട്ടവും സുന്ദരമായി തോന്നും കുമാരി. ഡെറിക്കിന്റെ വിശ്വാസം ഡെറിക്കിനെ കാത്തു സൂക്ഷിക്കട്ടെ. വരൂ, കൊട്ടാരത്തിലേക്ക് നടക്കാം. ജയ്, ലൂണ എന്ന് ചിലപ്പോ വഴുകും. കൊട്ടാരത്തിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട്. നീ അവിടെ പോയിരിക്കേ. ചെല്ല്. ഈഡൻ, ആ, ഇന്ന് നേരത്തെയാണല്ലോ. ഞാൻ വിചാരിച്ചു വഴുകുന്ന്. കൊട്ടാരത്തിൽ വയറോന്ന് ആരോ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഡെറിക്കാണോ വന്നേക്കുന്നേ? ഈഡന് ഡെറിക്കിനെ അറിയാവോ? ഞാൻ ജനിച്ചത് ആസ്ട്രിയയിലാണെങ്കിലും വളർന്നത് വൈറോണിലാണ്. അവനെ എനിക്ക് കണ്ടു പരിചയമുണ്ട്. എന്റെ അച്ഛന് അവിടെ രാജാവിനായിട്ട് കുറെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ഏർപ്പാടോ? എന്ത് ബന്ധമാ ഈഡന്റെ അച്ഛന് വൈറോണായിട്ടുള്ളത്? അതൊന്നും നീ അറിയേണ്ട. അത്യാവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. വരുമ്പോ ഞാൻ പറയാം. അതെന്താ ഞാൻ അറിഞ്ഞ കുഴപ്പം? അറിയണ്ട, അതുകൊണ്ടാണ്. അത് അറിഞ്ഞിക്കഴിഞ്ഞാൽ ചിലപ്പോ നിന്റെ ജീവൻ എന്നെ ആപത്തായേക്കാം. നിങ്ങൾ എല്ലാരും എന്നെ ഒരു സ്ത്രീ ആയിട്ടാ കാണുന്നേ. ഒന്നോർക്കുക, ഞാൻ ഈ ആസ്ട്രിയുടെ വരുംകാല റാണിയാണ്. ഇങ്ങനെ തോന്നുമ്പോ പണയം വെക്കാൻ മാത്രമുള്ളതല്ല സ്ത്രീ. അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളും ബഹുമാനങ്ങളും നിങ്ങൾ തന്നേ പറ്റൂ. ലൂണ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും അറിയില്ല ഈഡൻ. എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇന്ന് ഡെറിക്ക് വന്നു എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും എനിക്ക് നിന്നെ മറന്ന് ആരെയും വിവാഹം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരെന്ന് എന്റെ മനസ്സിലാക്കാത്തെ? ലൂണ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എന്റെ കൂടെ വാ. ദൈവമേ, ഇതെന്താ? ഈ തുണി എങ്ങനെ? ലൂണ, നിനക്ക് ഉയരം പേടിയുണ്ടോ? ഇല്ല, എന്തേ? എന്നാ വാ. ഈഡൻ, നമ്മൾ പറക്കാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഇതേതായി ഈ സ്ഥലം? ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ലോകമാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെ വിചാരിക്കുക. ഇതെന്റെ വെള്ളക്കുതിര. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈദൻ റെയിൻ എന്തും ചെയ്യും ലൂണ. അത്രമാത്രം നീ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. ലൂണ, സമയം ഇരുട്ടി. നമുക്ക് തിരിച്ച് ആശ്രയിലോട്ട് പോണം. വേണ്ട ഈതൻ, നമുക്ക് എവിടെയും പോണ്ട. എനിക്കൊരു രാജകുമാരി ആവണ്ട. എനിക്കിവിടെ എന്റെ കൂടെ എന്റെ സമയം ചെലവഴിച്ചാ മതി. ഇവിടെ നമുക്ക് ഇനിയും വരാം ലൂണ. എന്നാൽ നീ ഒരു രാജകുമാരിയാണ്. നിനക്ക് നിന്റെ രാജ്യത്തോട് കുറച്ച് കടപ്പാടുണ്ട്. അത് നീ എത്ര തിരസ്കരിച്ചാലും മാറ്റിവെക്കാൻ പറ്റില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വാ, നമുക്ക് പോവാം. പിന്നെ ഒരു ദിവസം തീർച്ചയായിട്ടും വരാം. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ ഞാനുണ്ട്. അത് മാത്രം നീ ഓർത്താ മതി. എന്തായി ഡൂക്ക്, ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചോ? ലൂണ എല്ലാ ദിവസവും എങ്ങോട്ടാ പോകുന്നതെന്ന്? അങ്ങുന്നേ, ഞാൻ അന്വേഷിച്ചു. ആസ്ത്രിയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പൂത്തോട്ടത്തിലേക്കാണ് കുമാരി എന്നും പോകാറ്. അവിടെ ഈദനും എന്ന വ്യക്തിയായിട്ട് കുമാരി പ്രേമത്തിലാണെന്നാ കേട്ടത്. ഈദനോ? അങ്ങുന്നിന്റെ ഊഹം ശരിയാണ്. മലിസർ കുടുംബത്തിലെ റെയിൻ ഗബ്രിയലിന്റെയും സോഫിയ റെയിൻ ഗബ്രിയലിന്റെയും മകനാണ് ഈദൻ റെയിൻ. തന്റെ മാതാപിതാക്കളുടെ വഴികൾക്ക് പിന്നാലെ പോകാത്ത ഒരു മകൻ. ഇപ്പോ ആസ്ട്രയിലാണ് താമസം. ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഡൂക്ക്? ഉറപ്പിച്ചു പറയാൻ പറ്റും അങ്ങുന്നേ. കാരണം ഞാൻ അവിടെ അന്വേഷിച്ചിരുന്നു. രാജകുമാരിയുടെ സാധാരണ പെൺകുട്ടിയായിട്ടാണ് അവിടെ ചെല്ലാറ്. അവിടുത്തെ സാധാരണക്കാരാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. ഏകദേശം 2 വർഷത്തോളായി കുമാരി അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് മത്സരിക്കാൻ ഒരു എതിരാളി ഉണ്ടെന്ന് സാരം അല്ലേ ഡൂക്ക്? സാരമില്ല, നീ നാളെ എന്നെ ഈദൻ റെയിന്റെ അടുത്ത് കൊണ്ടുപോകണം. ഏർപ്പാടുകൾ ചെയ്യാൻ വാങ്ങുന്നേ. വേണ്ട ഡൂക്ക്, ഏർപ്പാടുകളൊന്നും ചെയ്യണ്ട. നമുക്ക് വെറും സാധാരണക്കാരായിട്ട് അങ്ങോട്ട് പോകാം. ആർക്കും സംശയം തോന്നാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ രാജ്യത്തിലെ രാജാവിനും രാജ്ഞിക്കും. ശരി, അങ്ങൊന്ന് വിശ്രമിച്ചോളൂ, സമയമായി. ഈദൻ, അന്നും ഇന്നും എന്നും നീ എനിക്ക് മേലെയായിരുന്നു. ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല. ലൂണ എനിക്ക് സ്വന്തമാണ്, എനിക്ക് മാത്രം. അവിടെ ഇരിക്കും. ഞാൻ ഡെറിക് എബ്രഹാം, വൈറോൺ സാമ്രാജ്യത്തിന്റെ യുവരാജാവ്. എനിക്ക് ഇതിനോട് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ ഈ വരവ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. വരൂ. ഈദൻ, എനിക്കൊരു സ്വഭാവമുണ്ട്. ചെറുപ്പം നല്ല എന്താഗ്രഹിച്ചാലും ഞാനത് നേടിയെടുക്കും. വേണ്ട, ഡെറിക്കിന്റെ സ്വഭാവവിശേഷങ്ങൾ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഡെറിക്ക് വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ലൂണ ആസ്ട്രഡ് അല്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ. ലൂണ എന്നെ പ്രണയിക്കുന്നുണ്ട്. അതിന്റെ 10 മടങ്ങ് ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് വികാരം ചോദിച്ചു മേടിക്കേണ്ടതല്ല. അത് ഡെറിക്ക് മനസ്സിലാക്കണം. ഡെറിക്ക് ഇനിയും പിന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കേണ്ടി വരും. അത് ഞാൻ ലൂണയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാ. അതെന്നെ കൊണ്ട് പുറത്തടിപ്പിക്കരുത്. ഇതെന്റെ അവസാന വാക്കാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച ചരിത്രം ഈ ഡെറിക്കിനില്ല. ഇനിയും സമയമുണ്ടല്ലോ. നോക്കാം ആർക്ക് ലൂണ സ്വന്തമാകുമെന്ന്. ഈ ജന്മത്തിൽ നിന്നല്ല, ഇനി അങ്ങോട്ട് അവളോ ഞാനോ ജനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അല്ലാതെ ഒരുത്തനും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. നിനക്കാണോ എനിക്കാണോ അവളെ വിധിച്ചതെന്ന് നമുക്ക് കാണാം. എന്തു പറ്റി? നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡെസ്തറ വംശത്തിലെ ആളുകൾ അയൽപക്കത്തുള്ള എല്ലാ രാജ്യത്തും എത്തിയിട്ടുണ്ട്. അവിടുന്ന് വൻ തോതിലുള്ള കവർച്ച അവർ നടത്തിയിരിക്കുന്നത്. എനിക്ക് നമ്മുടെ രാജ്യത്തെ ഓർത്ത്
പേടിയുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റില്ല അപ്പോ? യുദ്ധം പ്രഖ്യാപിക്കാമായിരുന്നു, പക്ഷേ അവർ സാധാരണക്കാരായിട്ടായിരിക്കും എല്ലാ ഗ്രാമങ്ങളിലും രാജ്യത്തും വരാൻ പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. നിങ്ങൾ വേവലാതിപ്പെടേണ്ട. നമുക്ക് ഇവിടുത്തെ സേനാധിപന്മാരെയും നാട്ടുരാജാക്കന്മാരെയും വിളിച്ച് ഒരു യോഗം കൂടാം. എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത്. അതുപോലെ ചെയ്യാം. നിർത്തൂ. ഇനി മുതൽ നമ്മുടെ കവർച്ച ഈ രാജ്യത്തായിരിക്കും നടക്കാൻ പോകുന്നത്. ഓരോ ഗ്രാമങ്ങളും മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണുകൾ ഉണ്ടാകണം. അവിടുന്ന് എന്ത് വിലപിടിപ്പ് കണ്ടാലും നമ്മൾ മോഷ്ടിക്കണം. അങ്ങയുടെ ആജ്ഞ പോലെ ദേശമാനി. ലൂണ, ഇങ്ങനെ ചെയ്ത കൂടി ഇരുന്നാ മതിയോ? കൊട്ടാരത്തോട് തിരിച്ചു പോകണ്ടേ? സമയം വൈകി. ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഞാൻ ചെല്ലട്ടെ എന്നാ. പിന്നെ 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് വിത്തുകൾ എടുക്കാൻ വേണ്ടി വയറവും വരെയും പോണം. ഇതെന്താ ഇതൻ പെട്ടെന്നൊരു പോക്ക്? പെട്ടെന്നല്ലോ. എല്ലാ വർഷവും ഞാൻ ഈ പ്രാവശ്യമല്ലേ വിത്ത് ശേഖരിക്കാൻ വയറോണി പോകുന്നത്. കൂടാതെ എനിക്ക് അമ്മയെ ഒന്ന് കാണാനുമുണ്ട്. അമ്മയോ? എന്തിനാ? അത് വൈകും, ഞാൻ പറയാം. ഇപ്പൊ നീ ചെല്ലേ, ഇരുട്ടി. ഇനി വൈകിക്കഴിഞ്ഞാൽ പണിയാ. സൂക്ഷിച്ചു പോ. ഇതിനും സൂക്ഷിച്ചു പോണം. ജയ്, ഞാൻ പോട്ടെ. കർത്താവേ, കുമാരി എവിടെ പോയി കിടക്കുക? പേടിയാവുന്ന. രാജാവിനോട് പോയി പറഞ്ഞാലോ? എന്താ ജെയിൻ പറയുന്നത്? ലൂണ അവൾ എവിടെ പോയിന്നാ? രാജാവേ, അത് ഞാൻ കുമാരി എപ്പോഴും ഇന്ന് വൈകി. എന്ത് ഉത്തരവാദിത്തമാണ് ജെയിൻ നിനക്കുള്ളത്? അവളെ സംരക്ഷിക്കാനാണ് ഞാൻ നിന്നെ ഏർപ്പാട് ചെയ്തത്. അല്ലാതെ അവളെ പടന്മാരിൽ നിന്ന് രക്ഷിച്ചിട്ട് പോന്നിരിക്കുന്നു. അവൾ എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ പറയാം മച്ചാ, ലൂണ എവിടെയാ പോയതെന്ന്. ഈദൻ റെയിനെ കാണാൻ. അവർ കഴിഞ്ഞ 2 വർഷമായി പ്രണയത്തിലാണ്. പ്രണയമോ? അതും രാജകുമാരിക്ക്? ഒരു സാധാരണ പ്രജയോട്? ഇവൻ പറയുന്നത് സത്യമാണോ ജെയിൻ? സത്യമാണ് രാജാവേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അവര് പ്രണയത്തിലാണ്. കുമാരി എപ്പോഴും ഇവിടുന്ന് പോകും ഈദനെ കാണാൻ. ഭടന്മാരെ, എല്ലാവരും ഈദിന്റെ അടുത്ത് പോകൂ. എന്നിട്ട് ലൂണ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അച്ഛൻ അവിടെ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. അവിടെ ഈദനും അവന്റെ വളർത്തുമൃഗവും ഇല്ല, കൂടെ ലൂണയും. അവരിവിടുന്ന് എവിടോട്ടോ പോയി. പോയെന്നോ? എങ്ങോട്ട്? അതറിയില്ല. ചിലപ്പോ കുമാരി ഈദന്റെ കൂടെ പോയിട്ടുണ്ടാകും. എന്ത് മര്യാദകളാണ് ലൂണ നീ കാണിച്ചത് നമ്മുടെ രാജ്യത്തോട്? ഇനി പ്രജകളുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും? പതിയെ പോ ജയ്. ലൂണയെ നമുക്ക് ഇപ്പൊ തന്നെ കാണാം. നീ വന്നില്ലേ? കുമാരിയുടെ ശേഷക്രിയ നടത്താനുള്ള സമയമായിരിക്കുന്നു. എന്തു പറയാനാ? ആ ഗബ്രിയലിന്റെ മോനാണ് നമ്മുടെ ഔഷധത്തെ ഇല്ലാതാക്കിയത്. നമ്മുടെ കുമാരി ഇനി ജീവനോടില്ലാന്ന് അറിയുമ്പോ എത്ര വിഷമകരമാണ്. ലൂണക്ക് എന്താ പറ്റേ? നിങ്ങൾ എന്തേലും പറഞ്ഞേ? ഇവനാ ആ ഗബ്രിയലിന്റെ മോൻ. എടാ രാജദ്രോഹി, എന്ത് ചെയ്തതാ ഞങ്ങളുടെ കുമാരി നിന്നോട്? ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം. ഞാനങ്ങനെ ചെയ്യില്ല. അവനെവിടെ പോയി? ആ ഗബ്രിയലിന്റെ മോനല്ലേ? ചിലപ്പോ മന്ത്രം കൊണ്ട് ഇവിടെ കാറ്റ് സൃഷ്ടിച്ചിട്ട് എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഞാനല്ല എന്റെ ലൂണയെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് താനല്ല ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അത് നേരിട്ട് കണ്ടതാ, എന്താണ് കുമാരിക്ക് സംഭവിച്ചതെന്ന്. ഞാൻ 2 ദിവസം മുമ്പാണ് വൈറോളിൽ നിന്നും എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് വന്നത്. നേരെ വഴി വന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് കാട് വഴി ആയതുകൊണ്ട് ഞാൻ ആ വഴി വരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ കുമാരിയെ കാണുന്നത്. കുമാരിയെ മാത്രമല്ല, ഒരു കൂട്ടം മനുഷ്യരെ, അവരോട് എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന കുമാരിയെയും.
അവള് വന്നിരിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉലട്ടാൻ. നിങ്ങൾക്ക് വേണോ ഇവളെ? ഒന്ന് ഉപയോഗിച്ചിട്ട് നോക്ക്. രാജകുമാരിയല്ലേ, അതിനൊത്തതൊക്കെ ഉണ്ടാകും. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. നീ ഞങ്ങളെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് പോയിക്കോളാം. ഞങ്ങൾ എതിർക്കാൻ നിനക്ക് സാധിക്കില്ല, കാരണം നീ ഒരു പെണ്ണാണ്. എന്നൊന്നും ചെയ്യരുത്. ചെയ്ത നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കീത്. നിനക്കൊക്കെ വേണമെങ്കിൽ നിന്നെ കൊണ്ട് ഉപയോഗിച്ച് ആറ്റിലിറങ്ങിക്ക്. വേണോന്നോ? പിന്നെ വേണ്ടാത്ത രാജ്ഞിയല്ലേ, എല്ലാം ഒരിത്തിരി കൂടുതലായിരിക്കും. എന്നൊന്നും ചെയ്യല്ലേ, പ്ലീസ് പ്ലീസ്. വിടില്ലടാ, ഒന്നിനെ നീതാ വെറുതെ വിടില്ല. ഞാൻ ഈ അനുഭവിക്കുന്നത് വേദനയുടെ ഇരട്ടി അനുഭവിപ്പിക്കും അവൻ നിന്നെ കൊണ്ട്, നിങ്ങളൊക്കെ കൊണ്ട്. അന്ന് നിങ്ങൾ ഞാൻ മരണത്തെ കെഞ്ചും. ഈതൻ എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരാളുകൊണ്ട് എന്ത് ചെയ്യാനാ? എല്ലാം കണ്ട് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. ലോറ പൊയ്ക്കോളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഇതിനറിയാം. എന്റെ മുഖം അതിനി ഇവര് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈതൻ എന്താവശ്യം ഉണ്ടായാലും എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ടാകും എന്തിനും കൂടെ. ആരാ? നമ്മുടെ കുമാരി. ലൂണ, കണ്ണുറക്ക് ലൂണ. ലൂണ, ഈതൻ. നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കും ലൂണ. ഇനി ഇതേ തരുന്ന വേട്ടമൃഗത്തിന്റെ കോലായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നേ. നിങ്ങൾ ശരിക്കും നല്ലയാളാ, അതുകൊണ്ടാ എനിക്ക് കണ്ടപ്പോ തന്നെ കടിച്ചെടുക്കാൻ തോന്നിയത്. എന്തിനത്ര ഗൗരവം? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാ, വന്ന് സാധിച്ചു. അയ്യോ, ഇവിടെ ഒന്നും പറ്റില്ല. വേണമെങ്കിൽ എന്നെ പിടിക്കേ. ഇവളിപ്പോ എവിടെ പോയി? അവൾ എത്ര പോയി? ഞാൻ മതിയോ? നീ ആരാ? മാറി നിൽക്ക്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? നിനക്ക് വേണ്ട അവളെ. മാറി നിൽക്ക്. ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അറിയാതെ ഞാൻ നിന്റെ അരികിൽ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാർട്ടിൻ? നമുക്ക് പോവാം. നീ ഉറങ്ങണം.
നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടത്? എന്നെ വിട്. നീ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അല്ലേ? എനിക്ക് വേണ്ടതിനല്ലേ നീയൊക്കെ കൊന്നു കളഞ്ഞത്. നിനക്കുള്ള ശിക്ഷ അത് ഞാനാ വിധിക്കാൻ പോകുന്നേ. ഞാൻ ഒന്നും ചെയ്തില്ല. നീ എന്ത് പറയുന്നത്? ആരെ കൊന്നു? മിണ്ടരുത്. ഇത് നോക്കിയേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മനസ്സിലായോ എന്താണെന്ന്? നരഭോജികളായ പിരാന മത്സ്യങ്ങളാ. നിന്നെ കടിച്ചു കീറാൻ വേണ്ടി കാത്തിരിക്കുകയാ. കൊടുക്കട്ടെ ഇതിന് ഞാൻ. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് എന്നൊന്നും ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കൂലേ എന്റെ ലൂണ നിന്നോട് കരഞ്ഞിട്ടുണ്ടാവുക? ആ, നീ ഇനി ജീവിച്ചിരിക്കണ്ട. വേണ്ടത് രക്ഷിക്ക്. വിടരുന്നേ. അടുത്തത് നീയാണ് ബെഞ്ചമിൻ. നീയല്ലേ ആജ്ഞയിട്ടത് എന്റെ ലൂണയെ കൊല്ലാൻ? ആ, നിന്നെ ഞാൻ മരണം എന്താണെന്ന് അറിയിച്ചിരിക്കും. കുമാര, ഇതിന്റെ കൂട്ടാളിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ ഡൂക്ക്. എന്നെ വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരേ ഒരു ചോദ്യം, ഈതനെവിടെ? എനിക്കറിയില്ല കുമാര. അവൻ അന്വേഷിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് വന്നില്ല. ഇതിനെ താവളം എവിടെയാണെന്ന് നിനക്കറിയാവോ? അറിയാം, പക്ഷെ ഇപ്പോൾ അവിടെ പോകുന്നത് ശാശ്വതമല്ല കുമാര. ഞാൻ ആദ്യം പോയി നോക്കട്ടെ. എനിക്ക് അവനെ കണ്ടേ പറ്റുള്ളൂ. ഡൂക്ക്, ഇവനെ കൊണ്ടുവാ. ബെഞ്ചമിൻ, ഇതുവരെയായിട്ടും മാർക്കിനെ കാണാനില്ല. നിങ്ങളെല്ലാവരും അവനെ പോയി കണ്ടുപിടിക്കാൻ നോക്കും. എനിക്കാരും കാവൽ നിൽക്കേണ്ട. ഇത് കഴിഞ്ഞ് ഉടനെ പുറപ്പെടാനുള്ളതാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം ബെഞ്ചമിൻ. വേണ്ട കുമാര, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഇതെന്റെ സ്വബോധത്തിലല്ല. പറയുന്നത് കേൾക്കൂ. നീ എന്താ പറയുന്നത് ലൂക്കാസ്? ഞാൻ അവനെ കാണാനാ ഇത്രയും ദൂരം വന്നത്. ഞാൻ അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ എല്ലാരും അങ്ങോട്ട് ചെന്നേനാ അവൻ നമ്മളെ ഇല്ലാതാക്കാൾ അത്രയും ശക്തിയുണ്ട് ഇപ്പോൾ ഈതന്. അവന്റെ ഉള്ളിൽ ഇപ്പോ കോരയാണ് കയറിയിരിക്കുന്നത്. കോരയോ? അതാരാ? അത് ഇതിന് ഏറ്റവും വെറുത്തിരുന്ന ശക്തിയാ. അവന്റെ മാതാപിതാക്കൾ പിന്തുടർന്ന ശക്തി. അതിപ്പോ ഇവൻ എനിക്ക് മനസ്സിലാവുന്നില്ലേ. കുമാര, ഇപ്പോൾ ഇവിടെ തരിച്ചു നിൽക്കുന്നത് അപകടമാണ്. നമുക്ക് കൂടുതൽ സൈന്യത്തെ വിളിച്ചു കൊണ്ടുവരാം. നമ്മൾ അവനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടേ പോകുള്ളൂ. നീ എന്നെ വിടാൻ നോക്ക് ഡ്യൂക്ക്. എനിക്ക് അവനെ കണ്ടേ തീരൂ. ഡ്യൂക്ക് പറഞ്ഞതുപോലെ ചെയ്യൂ കുമാര. ഞാൻ എന്തായാലും ഈ തന്നെ കുമാരനെ കാണിച്ചു തരുന്നതാണ്. പക്ഷെ ഇപ്പോഴല്ല. എനിക്കൊരാളെ കാണാൻ പോകണം. അയാൾക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. റൈനച്ച, നമ്മുടെ ഈതൻ അവൻ കോരയെ ഉള്ളിലോട്ട് ആവാഹിച്ചിരിക്കുകയാ. സത്യമാണോ നീ പറഞ്ഞത്? അതിന് കോരയെ അവൻ വെറുക്കുകയല്ലേ? പിന്നെന്തിനാ? സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടതാ. അവന്റെ ദേഹത്ത് ചിറകുകൾ മുളച്ചിരുന്നു. അതിനർത്ഥം അവൻ 3 പേരെ ബലി കൊടുത്തു എന്നല്ലേ ഇതിനോടകം? റെയിൻ, എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം. അവൻ ഇതിന്റെ മാർഗം വരാൻ പാടില്ല. ലൂക്കാസ്, നമുക്ക് പുറപ്പെടാം. ബെഞ്ചമിൻ, നിന്റെ 3 ആൾക്കാരെ കൊന്നിട്ട് അവസാനം നിന്റെ വെസ്പരെ മുന്നിൽ ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നത്. അല്ല, ബലിയർപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ എന്റെ ലൂണയ്ക്ക് പുനർജന്മം നൽകും. എന്റെ ബെസ്പരയുടെ മുന്നിൽ
നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലടാ. നിനക്ക് ഇപ്പോഴും നിന്റെ വീര്യം കുറഞ്ഞിട്ടില്ല അല്ലേ ബെഞ്ചമിൻ? എന്നാ ഞാൻ നിനക്കൊരു കൂട്ടം കാണിച്ചു തരട്ടെ. കണ്ണടക്കരുത്. ഇതെന്താണെന്ന് അറിയാവോ? ചെന്നായ. അതും വെറുമല്ല, നരഭോജികളിൽ നരഭോജികനായി എന്റെ കോരയെ ഞാൻ ആവാഹിച്ചെടുത്ത ചെന്നായ. നിന്നെ സ്വർഗമല്ല കാണിക്കാൻ പോകുന്നത് ഇവൻ. നരകം! റോക്കി, മതി. ജയ്, ഇങ്ങ് വന്നേ. നിനക്ക് വീട്ടണ്ടേ പ്രതികാരം? നമ്മുടെ ലൂണയെ കൊല്ലാൻ ഉത്തരവിട്ടവരാ ഇവൻ. ഇവനെ നീ വെറുതെ വിടരുത്. എനിക്ക് കാണണം, കേളം, ചോര തെളിക്കണം. ലൂണയുടെ മൃതദേഹം ഇതിനെന്താ ചെയ്യാൻ പോകുന്നേ? നമുക്ക് ആർക്കും അവനെ തടയാൻ പറ്റില്ല. അതിലൊരാള് വേണം. ലൂണ ആസ്ട്രിഡ്. ലൂക്കാസ്, 5 നിമിഷത്തിനുള്ളിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. തന്നില്ലേ? ഞാൻ തന്നില്ലേ? നീ ചോദിച്ചതും നിനക്ക് വേണ്ടതും എല്ലാം ഞാൻ തന്നില്ലേ? ഇനി നീ എനിക്ക് തിരിച്ചു തരണം കോര. ഞാൻ പറഞ്ഞ ശക്തി എനിക്ക് നീ തിരിച്ചു തന്നേ പറ്റൂ. You don't love me right, but I still want it anyways. I'm addicted, need a fixin'. You're the drug I take, drug I take. To find something spiritual, so unfaithful to the life I thought I wanted. I don't want it, and I can't say it all. There's no miracle to save me once I'm falling. ഈഡൻ, ലൂണ, ഞാൻ ലൂണയാ. എന്റെ കൂടെ വാ ഈഡൻ. ലൂണ, ലൂണ. ഈഡൻ, നീ ഇപ്പൊ ചെയ്തതൊന്നും ഈ ലൂണയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ലോകത്തുനിന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിധിയാണ്. അതിനൊരിക്കലും നീ തടുക്കാൻ നോക്കരുത്. നീ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, അതെനിക്കറിയാം. പക്ഷേ ഇത്രയും ദുഷ്ടതകൾ നീ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല ഈഡൻ. ലൂണയല്ലേ പറഞ്ഞത്? ഒന്നും ലൂണ ഈ ജന്മത്തിൽ മാത്രമല്ല, എല്ലാ ജന്മത്തിലും ഈ ഈദന് വേണ്ടി മാത്രമായിരിക്കും ജനിക്കാൻ പോകുന്നത്. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഈദൻ. പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ലൂണ. എന്നെ കൂടി കൊണ്ടുപോയി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ശരീരം കൊണ്ട് മാത്രമാണ് ഈദൻ നിന്റെ കൂടെ ഇല്ലാത്തത്. എന്റെ ആത്മാവ് മുഴുവൻ നിനക്ക് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും. എന്റെ ഈദൻ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. അച്ഛൻ പറയണത് പോലെ തന്നെ കേൾക്കണം. മനസ്സിലായോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ, ഒരുപാട്. നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ജന്മത്തിൽ പറ്റില്ല. അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ ജനിക്കുക. എനിക്ക് വാക്ക് തരണം ഈദൻ. എന്നെ നീ ഇനിയോട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പോകുന്നു, എനിക്ക് സമയമില്ല. ലൂണ, മോനെ ഈഡൻ. അച്ഛാ, എനിക്ക് ലൂണയുടെ അടുത്ത് പോകണം. എനിക്ക് അവളിലത് പറ്റില്ല. ആ പുസ്തകം ആരുടെ എത്തരുത്. അച്ഛനത് സംരക്ഷിക്കണം. എനിക്ക് ലൂണയില്ലാതെ ലോകത്ത് ജീവിക്കേണ്ട. ഇത് ഉപയോഗിക്കില്ലാതെ ഞാൻ അവൾക്ക് വാക്കും കൊടുത്തു. അച്ഛനത് സംരക്ഷിക്കില്ലേ? അത് അച്ഛൻ നോക്കിക്കോളാം. മോനിങ്ങനെ ചെയ്യണ്ട. അച്ഛൻ പറയുന്നത് കേക്ക്. അമ്മയെ കാണേ നിനക്ക്. ഞാൻ രണ്ടുപേരും വെറുക്കില്ല. എനിക്ക് പോയേ പറ്റുവച്ചാ. എന്നോട് ക്ഷമിക്കേ. ലൂക്കാസ്, ആ പുസ്തകം ഇനി ആരുടെ കയ്യിലും എത്താൻ പാടില്ല. ആ ചുമതല ഞാൻ ഏറ്റെടുക്കും. ഈ ഡെറിക് എബ്രഹാം. ഇത് നിസ്സാരമായി ചെയ്യാൻ പറ്റില്ല കുമാര. അറിയാം, പക്ഷെ ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ എന്റേതൊന്നുമല്ല. ഞാൻ ചെയ്യും. ഈ ഞാൻ
എന്നാൽ ലൂക്കാസിനെ കൂടെ കൂട്ടിക്കോ. ലൂക്ക, ഞാൻ പോയിക്കോളാം. ഞാനും കൂടെ വന്നോട്ടെ? ഞാൻ എല്ലാം കണ്ടിരുന്നു. എനിക്ക് ഇതെങ്കിലും ചെയ്യണം. ലൂക്കസ്, സ്ഥലം എത്തിയിരിക്കുന്നു. ഈ കാട്ടിലോ? ഇവിടെ എവിടെയാണ് കുമാര? ഇവിടെ ഒരാളെ കാണാനാ നമ്മൾ ഈ ഏഷ്യ മുഴുവൻ സഞ്ചരിച്ചത്. ഈ പുസ്തകം അയാളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എപ്പോഴും. ആരുടെ കയ്യിൽ? എന്റെ കയ്യിൽ. നിനക്ക് ഞാൻ വന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പീറ്റർ, വിശദീകരിക്കണ്ടല്ലോ. വേണ്ട, ഈ പുസ്തകത്തിന്റെ ചുമതല ഇനി മുതൽ എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമായിരിക്കും. ആരുടെ കണ്ണിലും പെടുത്താതെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്, ഡെറിക്. രാജകുമാരി ലൂണയുടെ പുനർജന്മമാണ് നൂർ നീ. നിനക്ക് മാത്രമേ ആ പുസ്തകം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. തുടങ്ങി വെച്ച സ്ഥിതിക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ പുറകെ വേറെയും ആൾക്കാരുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് വേണ്ടിയിട്ടാണ് ഈതൻ അത് ഉണ്ടാക്കിയത്. ഇപ്പൊ നിനക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് കണ്ടുപിടിച്ച് നശിപ്പിച്ചാൽ പ്രശ്നം അവസാനിക്കുമോ? തീർച്ചയായും, പക്ഷെ നശിപ്പിക്കാൻ പറ്റില്ല. അടുത്ത 25 വർഷത്തേക്ക് അത് സുരക്ഷിതമായിരിക്കും. നിനക്ക് എന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം ലിയാം, ഞാൻ തയ്യാറാണ്. ഇവ പോവാൻ വരട്ടെ. നിനക്കറിയേണ്ടത് നീ അറിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പറ, നീ ശരിക്കും ആരാ? ആദമിന്റെ ചോദ്യം ന്യായമാണ്. അതിന് ഉത്തരം തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞാൻ ശരിക്കും നൂറിനിഫ തന്നെയാണ്. പക്ഷെ എസ്തർ, അതെനിക്കൊരാൾ ചാർത്തി തന്ന പേരാണ്. രക്തബന്ധം കൊണ്ട് മാത്രം ആരും അച്ഛനാവില്ല. കർമ്മം കൊണ്ട് എനിക്ക് അച്ഛനായ ആളാണ് എനിക്ക് ഈ പേരിട്ടത്. അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നെനിക്ക് നേരത്തെ വീട്ടിൽ പോണം. അവിടെ വല്യപ്പച്ചന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ കൂടെ ഔട്ടിങ്ങിന്റെ കാര്യം. നീ പറഞ്ഞോ വീട്ടില്? വീട്ടിലാരില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോടാ പറയേണ്ടത്? ഉമ്മയില്ല, അവരേതോ മീറ്റിങ്ങിനായിട്ട് പുറത്തു പോയേക്കുക. മിനിയാന്നല്ല അവര് വന്നത്, വീണ്ടും പോയോ? അവരെപ്പോഴാ വരുന്നത് പോകുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ല സാറാ, ഞാൻ നോക്കാറില്ല. നീ വേഗം കഴിക്കേ, നമുക്ക് പോവാം. റെക്കോർഡ് എഴുതാനല്ലേ വീട്ടിൽ ചെന്നിട്ട്. ഓഹോ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ, ഞാൻ മറന്നിരിക്കായിരുന്നു. ഇനി വീട്ടിൽ ചെല്ലുമ്പോ എപ്പോ എഴുതിടാനാവോ. വേഗം കഴിക്കട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ, നീ കൊട എടുത്തായിരുന്നോ? ഇല്ല. അതെന്താ നീ കൊട എടുക്കാനേ? മഴ പെയ്യുന്ന എനിക്കറിയാവോ, ഞാനാണോ കാലാവസ്ഥ പ്രവചിക്കുന്നേ? ഓ, അതും ശരിയാണല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഓടിയാലോ? ഓടാലേ. പിന്നല്ല, നീ വാ. സാറാ നിന്നേ, ആരും നമ്മളോട് രക്ഷിക്കാന്ന് പറഞ്ഞ നീ കേൾക്കുന്നില്ലേ? ഇല്ല, നിനക്ക് തോന്നുന്നതായിരിക്കും. വന്നേ, നാളെ ക്ലാസ്സിൽ പോണ്ടല്ലേ? ഇല്ല, ഞാൻ കേട്ടു. ഒരു മിനിറ്റ്, ഞാൻ നൂറ്, പോരാ. ഞാൻ പറയുന്ന കേക്ക്. നൂർ, ഓയ് വളക്കൊണ്ട്. സാറാ ഇങ്ങ് വന്നേ. എന്താ? നൂറ് വന്നേ, ഇത് ശരിയാവില്ല. വന്നേ. നിക്കപ്പത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അതൊക്കെ വേറെ ആരും നോക്കിക്കോളും. നീ ഇങ്ങ് വന്നേ, നമ്മൾ എന്ത് ചെയ്യാനാ? സാറാ, നമ്മൾ പഠിക്കുന്നത് മെഡിസിൻ ആണ്. ഒരാളുടെ ജീവന്റെ വില എന്താന്ന് എനിക്ക് അറിയാലോ. നമുക്ക് ഇയാളെ രക്ഷിച്ചിട്ട് പോവാം. നീ വന്നേ, ഒരു ആംബുലൻസ് വിളിക്കും. നീ പോയി എമർജൻസി ആയിട്ട്. ആക്സിഡന്റ് കേസില് പേഷ്യന്റെ കൂടെ വന്നത് ആരാണ്? ഞാനാണ് സിസ്റ്റർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ ഒരു മൈനർ സർജറി ആവശ്യമുണ്ട്. തലക്കാണ് അടിയിച്ചിരിക്കുന്നത്. കുട്ടി ഇതിലൊന്ന് സൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒപ്പിട്ടുതരാം. കുട്ടി പേഷ്യന്റിന്റെ ആരാ? റിലേറ്റീവ്സിന് മാത്രമേ സൈൻ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ് സിസ്റ്റർ.
സൈൻ ചെയ്തിട്ടുണ്ട്. പ്രോസസ് സ്റ്റാർട്ട് ചെയ്തോളൂ. നൂറ സിസ്റ്റർ ഇന്ന മെഡിസിൻ. നീ എന്താ പറഞ്ഞത്? അത് നൂറ വെറുതെ പോകണ വള്ളിയൊന്നും കയറി പിടിക്കല്ലേട്ടോ. നമ്മള് കാരണം ആരെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കട്ടെ. നമ്മള് ഡോക്ടേഴ്സ് ആണ്, നമ്മൾ അതിനാ ശ്രമിക്കേണ്ടത്. വെയിറ്റ് ചെയ്യാം. കുട്ടി ദേ ഇതാണ് പേഷ്യന്റെ ഡ്രസ്സും ആക്സസറീസും ആണ്. താങ്ക് യു സിസ്റ്റർ. സാറാ, ഫോൺ ഉണ്ട്, നമുക്ക് വിളിച്ചു നോക്കിയാലോ? വേഗം വിളിക്കുക, എന്നിട്ട് ആരോടെങ്കിലും വരാൻ പറ. നമുക്ക് പോണ്ടേ, എന്റെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു അമ്മയായിരുന്നു ഫോൺ എടുത്തേ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്ക് ഇറങ്ങാം. സമാധാനായി. എന്നാ വാ, വീട്ടിൽ നിന്ന് വിളിച്ച് എടുത്തെടുത്ത് ഞാൻ മടുത്തു. വാ. ഈ റെക്കോർഡ് അസൈൻമെന്റ് ഇതിന്റെയൊക്കെ കണക്കെടുക്കുമ്പോ ഈ പരിപാടി നിർത്തിയിട്ട് വീട്ടിൽ പോയി സുഖിച്ചിരിക്കാൻ വേണ്ടി തോന്നും. എന്തൊരു കഷ്ടം, ഇത് തീരുന്നില്ല. നിർത്ത്, നീ എഴുത്. നൂർ, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. വിസിറ്റിംഗ് ഏരിയയിലുണ്ട്. ഒന്ന് ചെന്ന് നോക്ക് ആരാണെന്ന്. ആരാണ് വിവേക്? അറിയത്തില്ലടാ, ഒരു കപ്പിളാണ്. നീ ചെന്ന് നോക്ക്, ചിലപ്പോ നിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണെങ്കിലോ. സാറാ, ഞാൻ പോയി നോക്കിട്ട് വരാം. നീ വരണോ? ഒന്ന് പോ മോള്, ഇതൊന്ന് തീർക്കട്ടെ. നീ ചെല്ല്, പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഓ, സാറായിരുന്നോ? സുഖായില്ലേ? എനിക്ക് പിന്നെ വരാൻ പറ്റിയില്ല, എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഒരാഴ്ച മുമ്പ് ഡിസ്ചാർജ് ചെയ്തത്. അപ്പോ മോളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ടാ വന്നേക്കുന്നേ. മോൾക്ക് സുഖമല്ലേ? പിന്നെ സാറിനൊന്നും വിളിക്കണ്ട കേട്ടോ. എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. അങ്കിളിനോ അച്ഛാനോ എന്ത് വേണമെങ്കിലും. ശരി അച്ഛാ. അച്ഛൻ എന്നെ കാണാൻ മാത്രം വേണ്ടി വന്നതാണോ? ഇവൾക്ക് മോളെ കാണണമെന്ന് പറഞ്ഞു. ഇതെന്റെ ഭാര്യയാണ് എലിസബത്ത്. നമസ്കാരം ആന്റി. അത് കൊള്ളാം. ഇങ്ങനെ അച്ഛാന്ന് വെച്ചിട്ട് എന്നെ അറിയുന്നോ? അമ്മേന്ന് വിളിച്ചാൽ മതി മോള്. മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. അന്ന് ആ അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. മോളോട് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല. താങ്ക് യു സോ മച്ച്. അമ്മയാണെന്നല്ലേ പറഞ്ഞത്? അതുപോലെ ഒരിക്കലും മക്കളോട് താങ്ക്സ് പറയാൻ പാടില്ല. ശരി. മോൾക്ക് ക്ലാസ് ഉള്ളതല്ലേ, ചെല്ലേ. വീട്ടിലോട്ട് വരണം. നാളെ മോള് ലീവ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടൊക്കെ ഇറങ്ങ്. ഞാൻ കാർ അയക്കാം. നോക്കാം അച്ഛാ. നോക്കിയാ പോരാ, മോള് വരണം. മോളുടെ കൂട്ടുകാരിയും കുട്ടിക്കോ? ഞങ്ങൾ കാറയക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ. മോൾ ഇതും കൂടി എടുത്ത് കഴിക്കേ. അവള് രാവിലെ മുതൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. നൂറ, യു ആർ ലക്കി. കാരണം അമ്മ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കി തരാറുള്ളൂ, സ്പെഷ്യൽ ആയിട്ട്. നീ ഒന്ന് പോടി കുശുമ്പി പാറു. ഇവളെ കാണാൻ ശരിക്കും നമ്മുടെ എസ്തറിനെ പോലെയില്ലേ എന്നിച്ചായ? എന്ത് പറ്റി? എന്താ പെട്ടെന്ന് സൈലന്റ് ആയേ? എസ്തർ ആരാ? ഞങ്ങളുടെ മൂത്ത മോളായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നതാ. പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുണ്ടാവില്ലായിരിക്കും, അതാ പെട്ടെന്ന് പോയെന്ന് തോന്നുന്നു. മോളെ കണ്ടപ്പോൾ എനിക്ക് എസ്തറിനെ പോലെ തോന്നി. പോലെയല്ല, തോന്നിയാ മതി. ഇനി മുതൽ ഞാൻ എസ്തർ. അതുപോലെ തന്നെ ഇവന്റെ അനിയത്തി. നിങ്ങളുടെ ഈ ഫാമിലി കാണുമ്പോ ഞാൻ എന്ത് ഹാപ്പി ആണെന്ന് അറിയാവോ? ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ടായിരുന്നു, ഇതുപോലൊരു ഫാമിലി ആയിരുന്നു എന്റേതെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ഇപ്പൊ എനിക്ക് കിട്ടിയല്ലോ, അതുപോലെ. എന്താ നിങ്ങൾക്ക് തന്നെ എസ്തറായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ലേ? അതിനെന്താ ചേച്ചിക്കുട്ടി, ഞാൻ ഏറ്റെടുത്തു. പപ്പയും അമ്മ ഏറ്റെടുത്തില്ലേ? പിന്നെ ഇല്ലാതെ നമുക്ക് അടിച്ചു പൊളിക്കാം. എസ്തർ മോളെ, ഞങ്ങൾ പോകുന്നതുകൊണ്ട് മോൾക്ക് വിഷമമുണ്ടോ? വിഷമൊക്കെ ഉണ്ട് പപ്പ, പക്ഷെ നമ്മൾ ഇവരുടെ എഡ്യൂക്കേഷനും കൂടി നോക്കണ്ടേ. ഞാൻ ഇവിടുത്തെ ഹൗസ് സർജൻസി ചെയ്യുമ്പോ ഇതിലോട്ട് വരാൻ നോക്കാം. പാപ്പയും ഉമ്മയും അറിഞ്ഞിട്ടില്ല നിങ്ങളുടെയുള്ള ബന്ധങ്ങളൊന്നും. ഇവ നീ സൂക്ഷിക്കണം. എന്റെ ശത്രുക്കൾ നിന്നെയും ചിലപ്പോ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. അതൊക്കെ പപ്പയുടെ എസ്തർ നോക്കിക്കോളാം. ഇവ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഐ ഗോണ മിസ് യു. മീ ടു. ലവ് യു.
ഇവർ ഇറ്റലിയിൽ എത്തിയതിനു ശേഷം 2 മാസത്തിന് ശേഷം പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു. മമ്മ രക്ഷപ്പെട്ടു. പപ്പ കൊക്കിലോട്ട് വീണിരുന്നു. അതിനുശേഷം ഞാനാണ് ഈ ക്യാപിറ്റൽ കോർ എസ്തർ എന്ന പേരിൽ നടത്തിയിരുന്നത്. ഹൗസ് ഏജൻസി കഴിഞ്ഞവരെ അത് ഇവയായിരുന്നു നോക്കിയിരുന്നത്. ആദമിന്റെ ചോദ്യത്തിനോടുള്ള ഉത്തരം ഞാൻ തന്നില്ലേ? ലിയാം, വേണ്ട കാര്യങ്ങളെല്ലാം വേഗം ചെയ്യണം. നൂറ മോളെ, നമുക്ക് തിരിച്ചു പോകാം. നമുക്കിവിടെ നിൽക്കണ്ട. വാപ്പയല്ലേ വിളിക്കുന്നേ? വാപ്പയും അമ്മയും എന്നും മോളുടെ കൂടെ ഉണ്ടാവും ഇനി തൊട്ട്. വാപ്പി, എന്നും ഈ നൂർനിഫ അത് വാപ്പിയുടെ മോള് തന്നെയായിരിക്കും. പക്ഷേ എസ്തർ എന്ന എനിക്ക് ചില കടമകൾ ചെയ്തു തീർക്കാറുണ്ട്. അത് ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ തീർച്ചയായും വാപ്പിന്റെ കൂടെ ആയിരിക്കും പിന്നെ അങ്ങോട്ട്. അതുവരെ വാപ്പിയോട് നിൽക്കരുത്. തിരിച്ച് നാട്ടിലോട്ട് പോയിക്കോ. വാപ്പിക്ക് കൂടി അപകടം വരുത്തി വെക്കാൻ എനിക്ക് താല്പര്യമില്ലാതിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും ഞാൻ അങ്ങോട്ട് വരും. എന്റെ മോളെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എവിടെയും പോകില്ല. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ വാപ്പി, ഇവരെല്ലാരും എന്റെ കൂടെ ഇല്ലേ? ഇതും കൂടി വാപ്പി ഞാൻ പറയുന്നത് കേക്ക്. ഇവ ആദം ഇതുവരെയും പോയില്ലേ? ഞാൻ ഇഫയാ വിളിച്ചത്, അല്ലാതെ എസ്തർ എന്നല്ല. ഇത്രയും ദിവസം നീ എന്നോട് എങ്ങനെയായിരുന്നു അതുപോലെ പെരുമാറ്. ഇതെനിക്ക് വളരെ വിയേർഡായിട്ട് തോന്നുന്നു. ആദം വന്ന കാര്യം പറ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്ര നന്നായി ഗണ്ണും പിസ്റ്റലും ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന നീ ഡേവിഡിന്റെ കൈ പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നീ ശരിക്കും ഞങ്ങളല്ലേ ട്രാപ്പ് ചെയ്തത്? ആദമിന് ഇതെങ്ങനെ മനസ്സിലായി? ഇത്രയും ദിവസം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നീ എന്റെയും ഡേവിഡിനെയും പുറകെ വന്നത് ആ ഫ്രണ്ടിലുള്ള ഫോട്ടോയിലുള്ള വ്യക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ലേ? നീ പറഞ്ഞ നിന്റെ പപ്പയുടെ ആക്സിഡന്റ്, ആ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെ കാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നീ വിചാരിച്ചു ഞങ്ങളാണ് അപകടം വരുത്തി വെച്ചതെന്ന്. നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞങ്ങളും വിചാരിച്ചിരുന്നു ഞങ്ങൾ കാരണമാണ് അത് കൊക്കയിലോട്ട് വീണതെന്ന്. പക്ഷെ ഇത്രയും സംഭവങ്ങളുടെ നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആരോ നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന്. ഞാനോട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയാം. അന്ന് ഒരു പ്രൊജക്ടിന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. ആ ടെൻഡർ ഡേവിഡിനാണ് കിട്ടിയത്. എനിക്കത് തീരെ സഹിച്ചില്ല. ഞാൻ അവന് കാറിൽ ഫോളോ ചെയ്തു. അവനത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊരു റേസിംഗ് തുടങ്ങി. വളരെ വേഗത്തിലായിരുന്നു റേസിംഗ് പോയത്. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ക്ലിഫിന്റെ ഭാഗത്ത് കൂടി പോകുന്ന സമയത്തായിരുന്നു എതിർവശത്ത് കൂടി ഒരു കാറ് വരുന്നത് കണ്ടത്. ഞങ്ങളത് ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ അത് നിയന്ത്രണം വിട്ട് അതിൽ കൊക്കയിലോട്ട് പറഞ്ഞു. അവിടുന്ന് ഒരു സ്ത്രീ മാത്രം രക്ഷപ്പെട്ടിരുന്നു. അത് എലിസബത്ത് ആന്റിയാണ്. ആന്റിയെ ഞാനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഡോക്ടർ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അവരെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്തും. എനിക്ക് പോവാമോ? പേഷ്യന്റിന്റെ അവസ്ഥ ഗുരുതരമാണ്. തലയ്ക്ക് നല്ല രീതിക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ഒരു മേജർ സർജറി ആവശ്യമുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ പോവാം. റിലേറ്റീവ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ ഡോക്ടർ. എന്നാലും ഞങ്ങളുടെ കാർ അതിൽ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ആരായിരിക്കും? അലക്സ്? യെസോ അലക്സ്, ഇന്നത്തെ ആ സംഭവം നടന്ന ക്ലിഫിന്റെ താഴെ നീ പോയെന്ന് പരിശോധിക്കണം. ആ കാറിൽ 2 വ്യക്തികളുണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം സാർ. സാർ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ ക്ലിഫിന് താഴെ കുറച്ച് ആദിവാസികൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരുന്നു, കാറിൽ നിന്ന് അദ്ദേഹത്തിനെ എടുത്തിരുന്നു എന്നും പറഞ്ഞു. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെയാണ് അവരെ ആരോ അവിടുന്ന് കൊണ്ടുപോയത്. ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കും സർ. യു ക്യാൻ ഗോ അലക്സ്. ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നു ആദ്യം. പക്ഷെ അങ്ങനെ ഒരു ആൾക്കാരുടെ കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ പപ്പ എവിടെ പോയി കാണും? മാം, എലിസബത്ത് മാഡത്തിന്റെ ബോധം വന്നിട്ടുണ്ട്. വാട്ട്? മമ്മി?
മമ്മി, എസ്തറ. എസ്തർ, പപ്പ എന്തേടാ? പപ്പ അപ്പുറത്തുണ്ട് മമ്മി. നീ എന്നോട് കള്ളം പറയണ്ട. അവർ കൊണ്ടുപോയിട്ടുണ്ടാവും പപ്പയെ. ആര്? മാം, നാട്ടിൽ നിന്ന് ജൂണി ചേച്ചിയാ. എന്തോ പറയാനുണ്ടെന്ന്. ജൂണി ചേച്ചിയോ? ഹലോ. കുഞ്ഞിന്റെ കൂട്ടുകാരി കുറച്ചു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ അമ്മേനെയും കൊണ്ട് പോയി. കുറെ നേരമായി കാണുന്നില്ല. എനിക്ക് പേടിച്ചിട്ടാ ഞാൻ മോളെ വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഞ്ഞെ? വൈദ്യോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ജൂണി ചേച്ചി. പേടിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. ആ കുഞ്ഞ, നീ ഒന്ന് നോക്കട്ടോ മോളെ. ശരി, ഞാൻ വിളിക്കാം. എന്ത് പറ്റി എസ്തർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗ്രാൻഡ് വൈദ്യ കൊണ്ടുപോയി. എന്തോ പ്രശ്നമുണ്ട്. തെരേസ, ഇഞ്ചിലോട്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യ്. നമുക്ക് പോണം. ചെയ്യാം മാം. നൂർ, എന്നോട് ക്ഷമിക്കും നൂർ. എന്റെ അപ്പയും അവയെ കൊല്ലൂന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. മുത്തശ്ശൻ അങ്ങോട്ടാ കൊണ്ടുപോയിക്കുന്നേ. രക്ഷിക്ക്, അവരെന്നെ കൊല്ലാൻ നോക്കാം. വീട്ടിൽ ഒന്നിനെ ഞാൻ പറ്റില്ല. വെസ്പറ, ഞാൻ വരിക. തെരേസ, ലിയാമിനെ കോണ്ടാക്ട് ചെയ്യും. എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയൂ. തള്ളേ, മര്യാദക്ക് പറയുന്നുണ്ട് ആ പുസ്തകം എവിടെയാണെന്ന്. അല്ലെങ്കിൽ നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീക്ക് എത്ര ശ്രമിച്ചാൽ ആ പുസ്തകം നിനക്ക് കിട്ടാനും പോകുന്നില്ല. കാലങ്ങളായി ഞങ്ങളുടെ വംശക്കാരാണ് ആ പുസ്തകം സംരക്ഷിച്ചു വരുന്നത്. എന്റെ വായിൽ നിന്നും ആ പുസ്തകം എവിടെയാണെന്നുള്ള ഒരു വാക്ക് പോലും നീ എന്റെ വായിൽ നിന്ന് കേൾക്കില്ല മോനെ. നീയൊക്കെയാണ് എന്റെ ഡൊമിനിക് മോനെ തട്ടിക്കൊണ്ടുപോയതെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നിന്റെയൊക്കെ മരണം നേരിട്ട് കാണാൻ. നിനക്കൊക്കെ തോന്നുന്നുണ്ടോ ഈ പുസ്തകം ഉണ്ടാക്കിയവൻ നിനക്കൊക്കെ ഇത് തരുമെന്ന്? ഒരിക്കലും അത് സാധിക്കില്ല. അവൻ വീണ്ടും വരും, നിന്നൊക്കെ വീണ്ടും പരലോകത്തോട്ട് അയക്കാൻ. അവൻ വരട്ടെ, അവന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നേ. ഇത്രയും കാലം അവൻ എല്ലാവരെയും കൊണ്ടു, എന്റെ പൂർവികരെ. പക്ഷെ അവരെ പോലെ ഞാൻ, അവരെക്കാൾ 10 മടങ്ങ് ശക്തനാണ് ഞാൻ. തെരേസ, ഇത് വൈദ്യയുടെ കാറല്ല. ഈ കാറിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. എന്നിട്ട് ട്രാക്ക് ചെയ്യും. അപ്പൊ മനസ്സിലാവും വെസ്പറയുടെ താവളം ഏതാണെന്നും ആരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നതെന്നും. യെസ് മാം. പപ്പ, ഈ പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചേ മതിയാക്കൂ. അതിനെ ഓർത്ത് നീ ഭയക്കേണ്ട. ഈ കഥ അവസാനിക്കണമെങ്കിൽ അവൻ വന്നേ തീരും. അതിനെ തുടങ്ങി വെച്ചു കഴിഞ്ഞു. മാം, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. വണ്ടി എടുക്ക് തെരേസ. ലെറ്റ്സ് ഗോ ദേർ. എസ്തർ, നമ്മൾ ഒറ്റക്ക് കൂട്ടിയാ കൂടുമോ ഇത്? നമുക്കൊന്നും സംഭവിക്കില്ല. നീ വാ. പെരിയോനെ, അവനിങ്ങ് കൊണ്ടുവരട്ടെ. അവന്റെ വളർത്തുപുത്രിയും മോളും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കൊണ്ടുവന്ന് ഈ പേരിപ്പിടത്തിൽ എത്തിക്കാം. മോള് വരുമ്പോ പതിയെ നമുക്ക് അവളെ ഇരുത്താം. ശരി പെരിയോനെ. ഇത് നമുക്ക് പണിയാവുമല്ലോ. ഇവ ചോദിച്ചു വന്നാ പിന്നെ കൊടുക്കണ്ടേ? നീ വാ എസ്തർ, നമുക്ക് തുടങ്ങാം. Baby, tell me lies. Whisper them out to my body, make me feel alive. And I was running till I forget what is yours or mine. I can't see straight. I will always be with you. Esther Marek. Of a ride. Your love is something spiritual, so unfaithful to the life I thought I wanted. I don't want it, and I can't see it all.
There's no Adam, miracle save me once I fall in. ആര് നിക്കിഫ? Now I'm falling. ലിയാം അവൻ വന്നുകൊണ്ടിരിക്കുക. ഡേവിഡിനോട് അങ്ങോട്ട് ചെല്ലാൻ പറയൂ. ശരി ഡാഡ്. Hurts until it don't. I can't stay ലൂണ. away for love. How to get you off my mind? You make me paradise. Love you is suicide. Not do it every night. Every night. Every Luna. night. Baby, I won't break. Give me Adam, your words. Adam, എന്ത് പറ്റി? സ്വബോധത്തിലേക്ക് തിരിച്ചു വാ. You don't love me right, but I still want it Adam, എന്താ പറ്റി? anyways. I'm ഇവ, addicted to ലിയാമിനെ your വിളിക്ക്. affection. You're the drug I take. Drug I take. ഇഫ മാറി നിക്ക്. ഞാൻ എന്റെ കൺട്രോളിലല്ല. സംതിങ് ഗ്രാസ്പ് മീ. ആര്? ആരാ? I don't want it, and I can't say it all. നിന്നോടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്. Save me once I fall in. Now I'm ഇഫ falling. ഞാൻ പോണം. Baby, tell me why does Ignore it. everything do wrong? Oh, it hurts until it don't. I can't stay away. മൈക്ക്, പീറ്റർ, ആ പെൺകുട്ടിയുടെ ബലി കൊടുക്കാൻ സമയമായിരിക്കുന്നു. ഗാർഡ്സിനെ വിട്ടിട്ടുണ്ട് ബിരിയാണി. അവരിപ്പോ കൊണ്ടുവരും. നീ ആരോഗ്യം വിട്ടാലും എസ്തർ ഇവിടെ എത്താൻ പോകുന്നില്ല. അതിനവൻ സമ്മതിക്കില്ല. വരട്ടെ. ആക്ച്വലി ഞാൻ അവനിക്ക് വേണ്ടിയാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. പ്രതികാരം അത് വീട്ടാനുള്ളതല്ലേ. അവസാനം ഈ ബലികുണ്ടത്തിൽ നിന്റെ ശരീരം വീഴാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ? നോക്കാം ഈ ജന്മത്തിൽ ആര് വിജയിക്കുമെന്ന്. അതിലെന്ത് സംശയമാണ് ബെഞ്ചമിന്റെ പുനർജന്മം അലക്സാണ്ടർ? ഈ ഞാൻ തന്നെയായിരിക്കും അന്നും ഇന്നും എന്നും നിന്റെ കാലൻ. നീ തോറ്റു പോയിരിക്കുന്നു ഈദൻ. ഇത് എന്റെ വെറും ക്ലോൺ മാത്രമാണ്. ജീവനുള്ള ഞാൻ ഇവിടെയില്ല. നിനക്ക് 5 നിമിഷം സമയമുണ്ട്. ഈ ബംഗ്ലാവിൽ എവിടെ വേണമെങ്കിലും ഞാൻ ഉണ്ടാകും നിന്റെ പ്രിയതമയോടൊപ്പം. നീ മറന്നുപോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷെ നീ എന്റെ ട്രാപ്പിൽ വീണു. കണ്ടുപിടിക്കുക, കണ്ടുപിടിക്കുക. ക്രിസ്റ്റഫർ അലക്സാണ്ടർ വിടില്ല. നിന്നെ ഞാൻ വിടില്ല. ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ലൂണയ്ക്ക് ഒന്നും വേണ്ട അനുവദിക്കില്ല. കോല നിന്നെ സംരക്ഷിക്കാൻ വന്നവൻ എന്നെ മറന്നുപോയി. അതുകൊണ്ടെന്താ അവന്റെ ട്രാപ്പിൽ പെട്ടു. ഇന്ന് ഞാൻ ആരെയും വല്ല കൈയെടുക്കാൻ പോകുന്നേ. നിന്നെയാണ്, എന്റെ വെസ്പറയ്ക്ക് വേണ്ടി. അതിന് നിന്നെ കൊണ്ട് പറ്റില്ല. എന്നെ രക്ഷിക്കാൻ അവൻ വന്നിരിക്കും. നോക്കാം ആര് ചോദിക്കുന്ന. നിനക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ നരകം കാണിക്കും. ഇല്ല. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ വരുന്ന പുസ്തകം എടുക്കാൻ ശ്രമിക്കരുതെന്ന്. വീണ്ടും വീണ്ടും എന്റെ കൈകൾ കൊണ്ട് നിന്റെ ഭരണം ഏറ്റുവാങ്ങാൻ അത് ജീവിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോര കൊണ്ടല്ലായിരുന്നു.
ഇപ്രാവശ്യം നമുക്ക് തീ കൊണ്ടായാലോ? നീ ജയിച്ചു അല്ലേ? അല്ലാതെ പിന്നെ എവിടെ പോവാനാ? അല്ലെങ്കിൽ വേണ്ട, തീയും വേണ്ട, ചോരയും വേണ്ട, മിന്നലായാലോ? കോര! നൂർ ഇങ്ങോട്ട് വാ. നൂർ, ഡേവിഡ്, എന്റെ വീട് അവിടെ ആദ്യം ഒറ്റയ്ക്ക് വീട്. നൂർ, ട്രസ്റ്റ് മീ. നിനക്കല്ലാതെ അതവനെ ആരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു കുറച്ച് സമയം താ നീ. ഡേവിഡ് അവിടെ ആദ്യം ഒറ്റയ്ക്ക്. I love him. ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കറിയാം, പക്ഷെ നീ ഇപ്പൊ എന്നെ വിശ്വസിച്ചേ പറ്റൂ. Just close your eyes. Told you the truth and I'm backing it up. The West was the time when all we had was our trust. Lose it all every time the madness erupts. Charlie, go ahead and buy a casket for us. That's what I get for gassing you up. This is how it always had to end. If I can have you, then no one can. Just to hear you calling out my name, watching it. Luna is back. Baby, tell me your lies. Whisper them out to my body, make me feel alive. നിന്നെ മാത്രം നശിപ്പിച്ച പോലെ എനിക്ക് നിന്റെ വെസ്പറം മൊത്തം കത്തിച്ചാമ്പലാണെന്ന് നീ കാണണം. അവരെല്ലാരും മരിച്ചു കഴിഞ്ഞു ഈഡൻ. ലൂണ, നീ എങ്ങനെ എവിടെ? നീ എന്തിനെവിടെ എത്തിയോ അതിനു വേണ്ടിയാ ഞാനും വന്നത്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു നമുക്കിതൊന്നും വേണ്ട. എന്റെ ഈതനായിട്ടിരുന്നാൽ മാത്രം മതി. നമ്മളിപ്പോൾ പുനർജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് എന്തിനാ വീണ്ടും? ഞാൻ പറയുന്നത് കേക്ക് ഈതൻ. ആദമും നൂറിനിഫയും ഒന്നായി തന്നെ ജീവിക്കും. നമുക്കത് കണ്ടാ പോരെ? നമ്മുടെ പ്രണയം അത് സത്യമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവര് ജീവിക്കട്ടെ, നമുക്ക് പോകാം ഈഡൻ. ഞാനല്ലേ വിളിക്കുന്നത്, എന്റെ കൂടെ വരില്ലേ? ഇനി ഒരിക്കലും നമ്മൾ തിരിച്ചു വരാൻ പാടില്ല. അപ്പോ ഞാനിതെല്ലാം ചെയ്തത് തെറ്റാണോ ലൂണ? ആര് പറഞ്ഞു എന്നീതൻ തെറ്റ് ചെയ്തെന്ന്? ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അവരൊക്കെ മരണം അറിയിക്കുന്നവർ തന്നെയാ. ഒരിക്കലും ആ പുസ്തകം ആരുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാ നീ വന്നത്. അതുപോലെ നീ അധികം കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ഞാനും വന്നത്. നമ്മൾ രണ്ടുപേരും വന്ന കാര്യം കഴിഞ്ഞില്ലേ ഈഡൻ? തിരിച്ചു പോകാം. ഞാനല്ലേ പറയുന്നത്, ആദം നൂറും സുഖമായി തന്നെ ജീവിക്കും. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചതുപോലെ. നമുക്ക് പോകാം. നമുക്ക് പോകാം. അവര് ജീവിക്കട്ടെ, നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചതുപോലെ. Nova, take the car. മമ്മ, ഈ പുസ്തകം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതവിടെ തന്നെ വെച്ചേക്ക്. അടുത്ത 25 വർഷത്തേക്ക് അത് സുരക്ഷിതമായിരിക്കും. ആദം എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇഫ എവിടെ? അവൾ അപ്പുറത്തെ റൂമിലുണ്ട്. അവളുടെ അനിയത്തിയുണ്ട് കൂടെ. അലക്സ് എവിടെ? അലക്സും നോവയും കൂടി ഇന്നലെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്തെ മെസ്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാ. അപ്പൊ നീയാണോ എനിക്ക് ഇത്ര നേരം കൂട്ടിയിരുന്നത്? നിനക്ക് ഫ്രഷ് ആവാൻ പോണോ? വേണ്ട. ഡേവിഡ്, നീയാണോ അച്ഛനമ്മയെ ഇല്ലാതാകാനുള്ള കാരണം? ഇപ്പോൾ എന്തിനാ നീ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? കിടക്ക അവിടെ. ഞാൻ കിടന്നോളാം. ആദ്യം നീ എനിക്ക് ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? ഇതുവരെ ഞാൻ ചോദിക്കാതിരുന്നത് നീയായിരുന്നു എന്റെ കണ്ണിലെ തെറ്റുകാരൻ.
പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു, പറ, ഞാൻ ചോദിക്കുക ആദ്യമായിട്ട്, നീയാണോ കാരണം? ഞാനല്ല കാരണം. പപ്പയുടെ ശത്രുക്കൾ തന്നെയായിരുന്നു. ഞാൻ അന്വേഷിച്ചിരുന്നു, നീ അന്വേഷിക്കാത്ത പല രീതിയിൽ. എന്നെ പെടുത്തിയതാണ്. അന്ന് ഞാൻ വീട്ടിലെങ്ങും പോവാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോൾ വന്നത്, എന്റെ ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയെന്ന്. ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് തന്നെയാ പോയത്. പപ്പ എനിക്ക് പെർമിഷൻ തന്നിരുന്നു. അപ്പോളാ അങ്ങനെ കുറെ പേര് വന്ന് ചെയ്തത്. ഞാനൊരിക്കലും ഉത്തരവാദിയല്ല. ഞാൻ ഒരിക്കലും എന്റെ പൊന്നുവിന് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. അത് ചെയ്തവന്മാരും ചെയ്യിപ്പിച്ചവരും നരകം കാണിച്ചു തന്നെയാ ഞാൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചത്. ഹാ, എഴുന്നേറ്റോ? നിനക്കറിയാവോ, പപ്പയെ തിരിച്ചു കിട്ടി. വീട്ടിലോട്ട് പറഞ്ഞിട്ടുണ്ട് മമ്മിയെ കാണിക്കാൻ വേണ്ടി. നീ വേഗം വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആക്കും. ആദവന്റെ അപ്പുറത്തെ റൂമിലുണ്ട്. കൂടെ ഡേവിഡ് ആയിരിക്കുന്നേ. നോവയും പിന്നെ മറ്റേ അലക്സും. അവർ രണ്ടുപേരും എന്തോ അവിടുത്തെ മെസ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. ഇത് കഴിഞ്ഞ് ആദമിനെ ഡേവിഡിനെ വീട്ടിലോട്ട് ക്ഷണിക്കണം. പപ്പ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഒരു ട്രീറ്റ് അവർക്ക് കൊടുത്തേ പറ്റൂ. ഇത്രയും നമ്മളെ സഹായിച്ചതല്ലേ. അത് കൊടുക്കാം. പക്ഷേ ഒരു തരത്തിൽ നോക്കിയാൽ നമ്മൾ ഈ പ്രശ്നത്തിൽ കൊണ്ടുവന്നിട്ടതും അവര് തന്നെയല്ലേ. ഇല്ല ഇവ, എന്തായാലും ഈ ആലൂസിനേഷൻ ഇതെല്ലാം എനിക്ക് വന്നേ പറ്റുള്ളായിരുന്നു. കാരണം ലിയാം പറഞ്ഞിരുന്നു 25 വർഷം കൂടുമ്പോൾ ആ വംശത്തിൽപ്പെട്ട എല്ലാവർക്കും ഇതുപോലെ തോന്നുമെന്ന്. അത് ലിയാമും ഡേവിഡും ആദമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒറ്റക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവരുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. സോ നമ്മളൊക്കെ ട്രീറ്റ് കൊടുത്തേ പറ്റൂ. ഇച്ചായ കരയണ്ട, ഞാൻ ഓക്കെയാണ്. ഞാൻ വേഗം തന്നെ സുഖപ്പെടും. കാരണം ഇച്ചായ വന്നല്ലോ. ഇനി എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലത്തും പോവാൻ വേണ്ടി. ഞാൻ ഇത്രയും കാലം ഒരുക്കി ജീവിക്കായിരുന്നു. ഈ 4 വർഷം അതെങ്ങനെയാ ജീവിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല. എലിസബത്ത്, നീ ഇല്ലാതെ നിന്റെ അവസ്ഥ എന്താന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അതിനിപ്പോ എന്താ, എല്ലാം അവസാനിച്ചില്ലേ. ഇച്ചായൻ ഇങ്ങോട്ട് വാ. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? പാർട്ടിക്ക് വന്നില്ലേ? ഹേയ്, ചുമ്മാ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുമ്മാ പോരാൻ തോന്നി, അതുകൊണ്ട് പോന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈദന്റെയും ലൂണയുടെയും പ്രണയം എത്ര മനോഹരായിരുന്നില്ലേ. അതുപോലെ നമുക്കും പ്രേമിച്ചാലോ? വേഗം പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. ഈ കഥ കൊണ്ട് മാത്രമല്ല, എനിക്ക് ആദമിനെ മുമ്പേ ഇഷ്ടമാ. മുമ്പെന്നൊക്കെ പറഞ്ഞ എന്റെ 4ാമത്തെ വയസ്സ് മുതൽ. എന്റെ ഫസ്റ്റ് കിസ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ആളല്ലേ. സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അമ്മോ, അമ്മയാണോ നീ? അമ്മോടെ ആദിച്ചനെ ഒരിക്കലും അമ്മ മറക്കില്ല. അന്ന് മലപ്പുറത്ത് വെച്ച അവസാനമായിട്ട് ഞാൻ ആദിച്ചനെ കാണുന്നേ. അന്ന് ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല, പാപ്പി കൊണ്ടുവരാതിരുന്നതാ. ഉമ്മയ്ക്ക് വയ്യാതെയായി, അതുകൊണ്ടാ. അല്ലെങ്കിൽ മോള് വരുമായിരുന്നു. അത് ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു, അവസാനം ആയിട്ട് അമ്മൂനെ കാണാൻ വേണ്ടി. പക്ഷെ നീ വന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഈ ആദം എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെന്റെ അമ്മ മാത്രമായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്റെ മോനി വന്ന് നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.
ഇനിയിപ്പോ ആദമിന് ആലോചിക്കാൻ സമയം വേണോ? സമയം വേണമെന്നോ? ഞാൻ ഇപ്പൊ കൊണ്ടോട്ടെ തൂക്കിയെടുത്ത് പള്ളിയിലോട്ട്? അത് കുറച്ച് ഫാസ്റ്റ് ആവില്ലേ? ഇപ്പൊ വേണ്ട, തൽക്കാലത്തേക്ക്. നഷ്ടപ്പെട്ടു പോയതാണെന്ന് കരുതിയതാണ് അമ്മു. തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. I love you so much. ഡേവിഡാണ്, നീ പോയി സംസാരിക്കേ. ഉം. ഡേവിഡ്, നൂർ വാ. ഡേവിഡ്, ഞാൻ വന്നത് വേണ്ട നൂർ, ഞാൻ അവിടെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞത് മനസ്സിലായി. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോ എനിക്ക് നിന്നോട് തോന്നിയത് നിന്റെ ഈ ശരീരം കൊണ്ട് മാത്രമായിരിക്കും. അത് വിട്. നീ എന്നെ മുമ്പ് വിളിച്ചിരുന്നൊരു പേരുണ്ട്, ഡേവിഡ്സൺ. അത് തന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്നും നിനക്കൊരു സഹോദരനായിരിക്കും. കാരണം നിങ്ങളുടെ ഈ പ്രണയം എന്ന് പറയുന്നത് അതൊരു ചരിത്രമാണ്, കുറിക്കപ്പെടാത്ത ചരിത്രം. അതിൽ അന്നും ഇന്നും നിങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കുക, അതാണ് എന്റെ ചുമതല. ഞാൻ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്കായിട്ട് ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരാളുണ്ടാകും, അയാൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. എന്നെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമപ്പെടരുത്, മനസ്സിലായോ? അതെനിക്ക് അല്ല, അത് ഈ ഡേവിഡ്സന് സഹിക്കില്ല. ഡേവിഡ് അല്ല, ഡേവിഡ്സൺ, ലവ് യു. ഞാൻ അന്നും എന്നും എന്നും നിനക്കൊരു സഹോദരനായിരിക്കും നൂർ. ഡേവിഡ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ സംസാരിക്കും. ലിയാം, താങ്ക്സ് ഫോർ എവറിത്തിങ്. നോ താങ്ക്സ്, നോ സോറി. നിന്നെ അവിടെ അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ചെല്, നിനക്ക് എന്താ പറയാനുള്ളത് ലിയാം? ഈ കഥയിൽ നിനക്കൊരു കൂട്ടില്ല എന്നാണോ? ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. കണ്ണടക്കി എന്റെ കൈ പിടിക്കാൻ പറ്റും. എന്തിനെ? ഡു വാട്ട് ഐ സെഡ് ഡേവിഡ്. ചെയ്യാൻ പറ്റില്ല അറിയാം, പക്ഷെ ഇവിടെ എന്റെ ഒന്നുമല്ല. ഞാൻ ചെയ്യും. ഈ ഞാൻ എന്നാ ലൂക്കാസിനെ കൂടെ കൂട്ടിക്കോ. ലൂക്ക, ഞാൻ പോയിക്കോളാം. ഞാനും കൂടെ വന്നോട്ടെ. ഞാൻ എല്ലാം കണ്ടിരുന്നു, എനിക്ക് ഇതെങ്കിലും ചെയ്യണം. കൂടെ വന്നോട്ടെ. ഞാൻ എല്ലാം കണ്ടിരുന്നു, എനിക്ക് ഇതെങ്കിലും ചെയ്യണം. ലൂക്കസ്, സ്ഥലം എത്തിയിരിക്കുന്നു. ഈ കാട്ടിലോ ഇവിടെ എവിടെയാണ് കുമാര? ഒരാളെ കാണാൻ നമ്മൾ യേശു മുഴുവൻ സഞ്ചരിച്ചത്. ഈ പുസ്തകം അയാളുടെ കൈ സുരക്ഷിതമായിരിക്കും എപ്പോഴും. ആരുടെ കയ്യിൽ? എന്റെ കയ്യിൽ. നിനക്കും ഈ കഥയിൽ കൂട്ടുണ്ട് ഡേവിഡ്. അത് നീ അറിയാതെ പോയി. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പൊ നിനക്ക് മുഖമൊക്കെ വ്യക്തമല്ലേ? കഥയെല്ലാം പറഞ്ഞു അല്ലേ? ആക്ച്വലി ആ സ്ഥലത്ത് പോയപ്പോൾ അവിടെ കിടന്നൊരു സാധനം തൊട്ടപ്പോ എനിക്കെല്ലാം ഓർമ്മ വന്നതാ. ഈ രാജകുമാരനെ ഈ തോഴിന് ഇഷ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. പക്ഷെ ഈ ജന്മത്തിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. മുമ്പ് ഒരിക്കൽ അപ്പം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആരെയും തോൽപ്പിക്കാൻ പറ്റാത്തതും ഏത് മീറ്റിങ്ങിൽ പോയാലും ജയിച്ചു വരുന്നൊരു യുവാവിനെ കുറിച്ച്. യുവ ബിസിനസ്മാൻ ഡേവിഡ് ആന്റോണിയോ കുറിച്ച്. അന്ന് എനിക്കത് ഒരു ക്രഷ് ആയിരുന്നു. പക്ഷെ പോകെ പോകെ മനുഷ്യന്റെ വികാരമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു എസ്തറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ. പിന്നെ ഒരിക്കലും പ്രണയം ചോദിച്ചു മേടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നിരസിച്ചു. ഇപ്പൊ എന്നോട് ലിയാൻ പറഞ്ഞെല്ലാം പറഞ്ഞു. എനിക്കൊരു അവസരം തന്നൂടെ ഈ ജന്മത്തിൽ? എങ്ങനെ പറ്റും ഇങ്ങനെ ഉറപ്പില്ലാതെ പ്രണയിക്കാൻ ഒരാളെ ഇത്ര അന്ധമായി? പ്രണയം ചില സമയത്ത് അങ്ങനെയാണ്. മറുപടി വേണ്ട, ഒരു നോട്ടം മാത്രം മതി. എളുപ്പം പറ്റുമോ എന്നറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിന്റേത് മാത്രമാകാൻ. നിന്റെ സ്നേഹത്തിന് കൊടുക്കുന്ന എന്റെ ബഹുമാനം. ബഹുമാനമല്ല, സ്നേഹം മതി. അത് മാത്രം മതി എനിക്ക്. As
ഒരു കുട്ടി സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? നിങ്ങൾ നേരെ നമ്മുടെ ചോപ്പറിൽ കയറിയിട്ട് നേരെ വിടാൻ പോകുന്നു ഫിൻലാൻഡിലോട്ട്. നിങ്ങളുടെ ഹണിമൂണും ഫസ്റ്റ് നൈറ്റും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ നേരെ വിട്ടോ, എന്നിട്ട് അടിച്ചു വിളിച്ചിട്ട് വാ. Have a safe journey, Adam and Mrs. Adam. Thanks, Isaac. Babies, uncle പോട്ടെ, വരുമ്പോ മിഠായി മേടിച്ചോണ്ട് വരാം. സൂക്ഷിച്ചു പോയിട്ട് വാ. ഉമ്മി വാപ്പി പോട്ടെ. പോയിട്ട് വാ. Maybe my love will destroy you. You have the right to destroy me. Your wish. I look and stare so deep in your eyes. I touch on you more and more every time. When I leave you, begging me not to go. Call my name 3 times in a row. Such a funny thing for us to try to mix my mind. Do you want more? Now I'm feeling that I'm not Back to me. I want you more deeply Ain't inside. nobody understand just how this love can do when no one else can. Got me looking so crazy right now. Your love's got me looking so crazy right now. Got us looking so crazy right now. This touch got us looking so crazy right now. Did we want to wait for the next 25 years, boss? Yes, we want to wait for the another generation. Let's see who will win the next time. We are also waiting. Let's see who will win.